വികസനങ്ങളുടെ പേരിൽ നടത്തിയ മാറ്റങ്ങൾ വിനയായത് നാട്ടുകാർക്ക്. പുന്നേക്കാട് ജംഗ്ഷനിൽ ടൈൽ വിരിച്ചപ്പോൾ ഉണ്ടായ ഗുരുതരമായ അപാകത മൂലം വാഹനങ്ങൾ കുരുക്കിൽ അകപ്പെടുകയാണ്. പുനർനിർമ്മാണം നടത്തി നൽകാമെന്ന് പറഞ്ഞ PWD അധികൃതർ ഒരു വർഷമായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റ നോട്ടത്തിലെന്നല്ല, എത്ര തവണ സൂക്ഷിച്ചു നോക്കിയാലും ഈ കാണുന്ന റോഡിന് ഒരു കുഴപ്പവും ഉള്ളതായി തോന്നില്ല. ടൈലുകൾ വിരിച്ച് ഭംഗിയാക്കിയിട്ടിരിക്കുന്ന വൃത്തിയുള്ള റോഡ്. എന്നാൽ ഈ റോഡിന് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കുഴപ്പം എന്താണെന്നല്ലേ ദാ കണ്ടോളൂ. ഇത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. എല്ലാ വാഹനങ്ങൾക്കും ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. തറനിരപ്പിൽ നിന്നും വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം വരെയുള്ള ഉയരത്തിനെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത് പല വാഹനങ്ങൾക്കും പലതാണ്. എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറവുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല. ഏറെ പാടുപെട്ട് നാട്ടുകാരുടെ ഉൾപ്പെടെ ശ്രമഫലമായാണ് ചില അവസരങ്ങളിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുന്നേക്കാട് ടൗൺ നവീകരിച്ചപ്പോഴാണ് ഈ ഭാഗത്ത് ടൈൽ വിരിക്കുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാനായി ആഴത്തിൽ ട്രെഞ്ചെടുക്കുകയും അതിനു മുകളിലൂടെ ടൈൽ വിരിക്കുകയുമായിരുന്നു. എന്നാൽ നിർമ്മാണത്തിൽ സംഭവിച്ച ഗുരുതരമായ പിഴവാണ് ഇപ്പോൾ കാണുന്ന സംഭവങ്ങൾക്ക് കാരണം. PWD അധികൃതർ ഇത് സമ്മതിക്കുകയും പുനർനിർമ്മാണം നടത്തി നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ട് വർഷം 1 കഴിയുന്നു. ഇതേക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. റോഡിലൂടെ പോകുന്ന വാഹനം, അതായത് വോൾവോ ബസ്സുകൾ മുതലായവ പോകുമ്പോൾ അതിൻ്റെ അടിഭാഗം ഈ റോഡിൽ തട്ടി പൊളിഞ്ഞു പോവുകയാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് 2024 മുതൽ ഈ പണി തീർന്ന ഉടനെ തന്നെ MLA-യോടും PW ഉദ്യോഗസ്ഥരോടും ഒക്കെ നിരന്തരം ജനങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ നാളിതുവരെ അതിൻ്റെ പണി ഒന്ന് തുടരുവാനോ പൂർത്തീകരിക്കുവാനോ സാധിച്ചിട്ടില്ല. ഈ ഒരു കൊല്ലം മുമ്പ് PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്ത് വന്നിരിക്കുകയും ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റി ഞങ്ങൾ നേരെയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് കോൺട്രാക്ടർക്ക് ബില്ല് മാറിക്കൊടുക്കുള്ളൂ എന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ നാളിതുവരെയും ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലാണ്. ഭൂതത്താൻകെട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾ അവിടെ നിന്നും പിന്നീട് മൂന്നാറിലേക്കോ മാമലക്കണ്ടം വഴി മാങ്കുളത്തേക്കോ പോകുന്നതിനായി ഇതുവഴിയാണ് എത്തുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എത്തിയ വിദേശ നിർമ്മിത കാർ ഇതുപോലെ കുടുങ്ങിയിരുന്നു. വികസനത്തിന്റെ പേരിൽ നാട്ടുകാരെ കബളിപ്പിച്ചതിന് എക്കാലത്തെയും മികച്ച ഉദാഹരണമായി മാറിയിരിക്കുകയാണ് പുന്നേക്കാട് ടൗണിലെ ഈ ഭാഗം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.